ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ജർമ്മനിക്ക് കൊണ്ടുപോകാനായിട്ട് സാധനങ്ങൾ വാങ്ങിയെന്നുള്ളതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമായി നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രാവലിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സാധനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മെഡിസിൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ മറന്നുപോയതല്ല, അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമായിരുന്നു. നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്താ പറയുക, പ്രിസ്ക്രിപ്ഷനും കൂടെ നമ്മുടെ മെഡിസിനൊപ്പം നമ്മൾ കരുതണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കാരണമാണ് ഞാൻ ആ ലാസ്റ്റ് വീഡിയോയിൽ മെഡിസിൻ ഉൾപ്പെടുത്താൻ. അപ്പോൾ എന്തൊക്കെ മെഡിസിനാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്തൊക്കെ മെഡിസിൻസ് ആണ് വാങ്ങിയതെന്നുള്ളത് ആദ്യം തന്നെ കാണിച്ചു തരാം. ഇത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വാങ്ങിച്ച പ്രിസ്ക്രിപ്ഷനാണ്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് എല്ലാം കൂടെ നമ്മൾ ഒരു കവറിനകത്താക്കി അതുപോലെ പ്രിസ്ക്രിപ്ഷനും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് ടേപ്പ് ഒട്ടിച്ച് വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ തപ്പാൻ ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെ ഈ മെഡിസിൻസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ ലഗേജ് ബാഗിൻ്റെ ഒപ്പം മറ്റേ റാപ്പ് ചെയ്യുന്ന ലഗേജ് ബാഗിനൊപ്പം അല്ല വെക്കുന്നത്. കാരണം നമ്മളവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ബാഗ് റാപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ റാപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്താണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ ഒരു ബാഗ് ജസ്റ്റ് റാപ്പ് ചെയ്യാതെ ചെറിയൊരു ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വെക്കുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇത് ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം വലിച്ചു പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഈ ചെറിയ ബാഗ് റാപ്പ് ചെയ്തില്ല, അതിനകത്ത് തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മെഡിസിൻസ് ആണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. മെയിനായിട്ടും നമ്മൾ ടാബ്ലറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റാമോൾ, അതുപോലെ തന്നെ ഡൈക്ലോഫിനാക്ക് നമ്മുടെ പെയിൻ കില്ലർ, അതുപോലെ തന്നെ ഡയറിയ, വോമിറ്റിങ്, പിന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന് നമ്മൾ പാൻഡോപ്പ്, പാൻഡാക്ക് ഇങ്ങനെയുള്ള ടാബ്ലറ്റുകളാണ് മെയിനായിട്ട് ഞാൻ ടാബ്ലറ്റ് ഐറ്റംസ് കയ്യിലാക്കിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ പിന്നെ നമ്മുടെ വിക്സ്, അതുപോലെ തന്നെ ഇത് ബിറ്റാഡിൻ്റെ ഒരു മൗത്ത് വാഷാണ്. ഗാർഗിൾ ചെയ്തില്ലേ നമുക്ക് അവിടെ ചെന്ന് ഇപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ മാറുന്ന കോൾഡോ വല്ലതും പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗാർഗിൾ ചെയ്യാനായിട്ട് ബിറ്റാഡിൻ്റെ ഒരു മൗത്ത് വാഷാണ്. അതുപോലെ ഒരു മൂവ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാൻഡേജ് ഇതൊക്കെ ചെറിയ ഒന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഒരു പെയിൻ കില്ലർ ആയിട്ട് തേക്കുന്ന ഒരു എന്താ പറയുന്ന ഓയിൽമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു നേസൽ ഡ്രോപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നമുക്ക് കോൾഡ് വല്ലതും പിടിച്ചാലേ. ഇത് പിന്നെ നേസൽ ഇൻഹൈലർ ആണ്. നമ്മളതുപോലെ തന്നെ ഇൻഹൈലർ നമ്മുടെ നെബിലൈസർ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും ജലദോഷമൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ആവി പിടിക്കാനായിട്ട് നല്ലതല്ലേ. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ വിട്ടപ്പം അവർക്ക് അത് കൊടുത്തു വിട്ടു. പിന്നെ ഇവിടുന്ന് വാങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല റേറ്റാണ്, അതിനേക്കാൾ ഉപരി നല്ല വെയിറ്റുമാണ്. നമുക്ക് സ്പേസ് അത്യാവശ്യം വേണം. അതുകൊണ്ടാണ് ഞാനത് കയ്യിൽ കരുതാത്തത്. പക്ഷെ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു കപ്പ് സിറപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ചുമയുടെ കപ്പ് സിറപ്പ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രെപ്സിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അമൃതാഞ്ജൻ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെഡിസിനായിട്ട് വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ നമ്മളിത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഒപ്പം നമ്മൾ ഈ മെഡിസിൻസ് എല്ലാം കൂടെ ഒരു ബാഗിലാക്കി നമ്മൾ എന്താ പറയുന്നത് പൊട്ടിച്ച് വെക്കണം. ടേപ്പ് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതിലും വെച്ച് ഏറ്റവും വലിയ ബാഗ് ഇതാണ്. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് 79 സെൻറ്റിമീറ്റർ വരെയാണ് ബാഗിൻ്റെ മാക്സിമം ഹൈറ്റ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബാഗ്. പിന്നെ ഇത് കൂടാതെ മീഡിയം ടൈപ്പ് വന്നു. പിന്നെ ഒരു ചെറിയൊരു ട്രോളി ബാഗും ഉണ്ട്. അതുകൂടാതെ ഹാൻഡ് ബാഗ്, അത് ഞാൻ വേറെ വാങ്ങിച്ചാൽ. ഞാൻ ആദ്യം ചെറിയ ട്രോളി ബാഗ് ബൈ ഹാൻഡ് കൊണ്ടുപോകാനാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ പിന്നെ അത് ഈ ലഗേജിൽ തന്നെ വിടാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഹാൻഡ് ബാഗ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ബാക്ക് സൈഡ് ഇരിക്കുന്നത്, അത് ഞാൻ ഇതൊരു ട്രോളി തന്നെയാണ്, നമുക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ ബൈ ഹാൻഡ് കൊണ്ടാന്ന് പറഞ്ഞു മാറ്റി വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ മാക്സിമം 79 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഹൈറ്റ് പാടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സാധനം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഐറ്റംസും അതുപോലെ കിച്ചണിലുള്ള സാധനങ്ങളും പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ ഈ ബാഗിനകത്ത് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒപ്പം ഞാൻ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വെക്കുന്നില്ല. കാരണം എന്തെങ്കിലും ഇപ്പോൾ ഇതിൽ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അച്ചാറ്, അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒന്ന് ലീക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും മൊത്തം നാശമായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഞാൻ വെച്ചേക്കുന്നതിൽ എനിക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ചോട്ടെ.
ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ വെക്കണം ആ രീതിയിലൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു സാധനങ്ങൾ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ നമ്മൾ തുണിയൊന്നും വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല പിന്നെ ഞാൻ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ വരുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എണ്ണ, അതുപോലെ എന്താ പറയുന്നത് അച്ചാർ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുമ്പോഴാണ്. അപ്പോൾ ഞാനിത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഞാൻ കുക്കർ വെച്ചിട്ട് കുക്കറിനകത്താണ് ഈ ഓയിലും മറ്റു സാധനങ്ങളൊക്കെ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിത് എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സേഫ് ആയിരിക്കും എനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ നിന്ന് തോന്നി ഞാൻ സേഫായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. കാരണം ഓൾറെഡി പോയ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു രീതി അനുസരിച്ചാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ ഈ കുക്കറിനകത്ത് ഇപ്പോൾ എണ്ണ നമ്മൾ അറിയാമല്ലോ, നമുക്കിപ്പോൾ തലയിൽ പറ്റുന്ന എണ്ണ ആയിക്കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കുക്കിംഗ് ഓയിൽ, അത് മറ്റു സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഒരു 250 അല്ലെങ്കിൽ 500 ml ചെറിയ കുപ്പിയില്ലേ, ചെറിയ കുപ്പിക്കകത്ത് 250-ൻ്റെ ആണ് ഒരെണ്ണം ഞാൻ വെച്ചേക്കുന്നത്. ബാക്കി 500-ൻ്റെ 3 കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഹാഫ് ബോട്ടിൽ എടുത്തിട്ടുള്ളൂ. അപ്പം അതെന്തെങ്കിലും കാരണവശാൽ ഒരു പ്രഷറോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ അത് പുറത്ത് ചാടി പോകാതിരിക്കാൻ വേണ്ടിയാണ് പകുതി വെച്ചത്. ഇത് തലയിൽ കുത്തിയാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ ലീക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാനത് പകുതി ബോട്ടിലേ നിറച്ചിട്ടുള്ളൂ, ചെറിയ ബോട്ടിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 250-ൻ്റെ ബോട്ടിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് കംപ്ലീറ്റ്ലി ഇറക്കി വെച്ചിട്ട് ഒരു 3-4 ബോട്ടിൽ നമുക്ക് ഇറക്കി വെച്ച് നമുക്ക് കുക്കർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സേഫ് ആയിട്ട് ഇരുന്നോളൂ. പക്ഷേ ഞാൻ അങ്ങനെ കുക്കറിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചാണ് ഈ 3 ബോട്ടിൽ 500-ൻ്റെ വാങ്ങിച്ചത്. പക്ഷേ അത് കുറച്ച് പോർഷൻ ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 250-ന് വാങ്ങിക്കും കേട്ടോ, അതായിരിക്കും സേഫ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണത്തിനകത്ത് ഞാൻ ഓൾറെഡി നമ്മൾ സ്വന്തമായിട്ട് കാച്ചിയ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാതെ തലയിൽ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2 ബോട്ടിലും പകുതിയായിട്ട് എടുത്തു. എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ബോട്ടിനകത്ത് ഞാൻ മറ്റേ നമ്മുടെ ആൽമണ്ട് ഓയിൽ ചെറിയ 500-ൻ്റെ അത് ഇറങ്ങി നിൽപ്പുണ്ട്. അതിന് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അതുപോലെ ഒരെണ്ണത്തിനകത്ത് തേനുമാണ് എടുത്തേക്കുന്നത്. തേൻ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചാടി പോകത്തില്ല. അത് കുറച്ചുകൂടെ എന്താ പറയുന്നത് ചാടി പോകാനായിട്ടുള്ള ഇത് ഇച്ചിരി കൂടെ കട്ടിയുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പോകില്ല. പിന്നെ ഇതിനകത്ത് നടുക്ക് വെച്ചേക്കുന്ന അച്ചാറാണ്. അപ്പോൾ അച്ചാർ ഓൾറെഡി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് അതിന് ഓൾറെഡി നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഞാനത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് സേഫായിട്ട് ഇതിനകത്ത് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് എന്താ പറയുന്നത് നന്നായി കവർ ചെയ്ത് അത് നന്നായിട്ട് ടേപ്പൊക്കെ ഒട്ടിച്ച് ഇതുപോലെ ഇറക്കി വെക്കുകയാണെങ്കിൽ സേഫായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാലും മേളിൽ നിന്നൊരു പ്രഷർ വന്നിട്ട് ഇത് ചാടി പോകാതിരിക്കാനായിട്ട് ഇത് അരിയാണ്. കാരണം എന്താ പറയുന്നത് അരി ഇത് 2 കിലോ വരുന്നുണ്ട് നാട്ടിലായി. അപ്പോൾ അരി നമ്മൾ കൊണ്ടുപോകണമല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നില്ല അരി കുറച്ച് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ഇതാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇത് അരി മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ ഇത് കുറച്ചുകൂടെ സേഫ് ആയിട്ടിരിക്കുമല്ലോ, അതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ ഓവറായിട്ടൊന്നും ഇതിനകത്ത് പറയാനില്ല. അടുക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിടേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെ അടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞില്ല അരി വെക്കുന്നതെന്ന് പറഞ്ഞില്ല. അതിന് മുന്നായിട്ട് ഞാനൊരു ടിഷ്യൂ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ചാടിയാൽ ഈ ടിഷ്യൂവിൽ പിടിക്കാനായിട്ട് വേണ്ടിയാണ്. അപ്പോൾ അത് മാത്രമല്ല ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു അച്ചാറായതുകൊണ്ട് ഓൾറെഡി ഇത് സീൽഡാണ്. അപ്പോൾ അത് പുറത്ത് വരാനായിട്ടുള്ള ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾ വീട്ടിൽ അച്ചാറും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കി പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ബോട്ടിൽ ടേപ്പ് ചെയ്തില്ല, ടേപ്പ് ചെയ്ത് കൂടാതെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ആ ഒരു അച്ചാറിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു 1-2 ലെയർ വെച്ച് നന്നായിട്ട് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ടിന്ന് കവർ ചെയ്തതിന് ശേഷം ആ ടിന്നും കൂടെ വെച്ച് നിങ്ങൾ ടേപ്പ് ചെയ്യണം. കാരണം എന്തെങ്കിലും കാരണവശാൽ ചാടിയാലും ഈ ടിഷ്യൂ പേപ്പറിൽ കുറേയൊക്കെ അതിൽ എണ്ണയൊക്കെ വലിച്ചെടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടെ അത് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഞാനത് അതുപോലെ കവർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു ബെഡ്ഷീറ്റും കൂടെ വെക്കുന്നുണ്ട്. ബെഡ്ഷീറ്റും കൂടെ വെച്ചിട്ട് ഇത് കവർ ചെയ്ത് വെക്കാം. ബെഡ്ഷീറ്റ് മാത്രമേ ഇതിനകത്തൊരു തുണിയായിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നുള്ളൂ. അഥവാ പോയാൽ അത് പോയി. പക്ഷേ ഇത് കുറച്ചുകൂടെ ചെയ്തിട്ടുണ്ടോ, കുറച്ചുകൂടെ ഇതിന് ഈ ഒരു സാധനങ്ങൾക്കൊരു കുറച്ചുകൂടെ ഒരു സേഫ്റ്റി ഉണ്ടാവും. ഒരു വെൽവെറ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് വെച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെട്ടിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അടുത്ത പെട്ടിയിൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അടുത്ത ബാഗ് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ല മീഡിയം ടൈപ്പിലുള്ള ബാഗിനകത്താണ് നമ്മൾ ഡ്രസ്സ് വെക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സ് വെക്കുന്നതിൻ്റെ ബാഗിനെ ഞാൻ കാണിക്കാം. ഡ്രസ്സ് നമ്മൾ അടുക്കി വെക്കുന്നതിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക നമുക്ക് സ്പേസ് കൂടുതൽ കളയാതെ നമുക്ക് എങ്ങനെ അടുക്കി വെക്കാമെന്നുള്ളത് ഞാൻ കാണിക്കാം. അതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ബാഗും കൂടെ ഉണ്ടെന്ന്. ഇത് ഏറ്റവും ചെറിയ ട്രോളി ബാഗായിരുന്നേ. നമ്മൾ ബാഗ് എടുത്ത സമയത്ത് ലൈറ്റ് വെയ്റ്റിൻ്റെ ബാഗ് നോക്കിയാണ് എടുത്തത്. ഇപ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ട്രോളി ബാഗിന് പൊതുവെ മറ്റുള്ള ബാഗിനെക്കാട്ടി കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ബൈ ഹാൻഡ് കൊണ്ടുവരാൻ എടുത്തിട്ട് ഞാൻ പിന്നെ ഒഴിവാക്കിയതാണ്, വേറൊരെണ്ണം വാങ്ങിച്ചാണ്. പക്ഷേ ഇതിപ്പോൾ ലഗേജ് കൊണ്ടുപോകുമ്പോഴും ഇതിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ബാഗ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിരുന്ന ഒരു ബാഗിലോട്ട് ജസ്റ്റ് തുണി അയച്ചു വെച്ചതാണ്. ഇതല്ല കൊണ്ടുപോകുന്നത്. ഇതുപോലത്തെ ഒരു ബാഗ് നമുക്ക് വേറെ വാങ്ങിക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കുറവാണ്, തുണിയുടെ ബാഗ് ആയതുകൊണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇരുന്ന ബാഗിനകത്തോട്ട് അടിക്ക് നമുക്ക് വെയിറ്റ് ടോട്ടൽ നോക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടി വെച്ചതാണ്.
ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ എന്താ പറയുന്നത് റാപ്പ് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുന്നത് സൂചി, നൂല്, അതുപോലെ ആണെങ്കിൽ കത്രിക, കത്തി, പിന്നെ നമ്മുടെ മെഡിസിൻസ്, അതായത് അവർ നമ്മളെ കൊണ്ട് ഓപ്പൺ ചെയ്ത് കാണണം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളും അതുപോലെ ക്രീം, അങ്ങനെയുള്ള ഐറ്റംസ്, ക്രീം, ഷാമ്പു, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാമാണ് ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്നത്. ഇത് ഞാൻ റാപ്പ് ചെയ്യുന്നില്ല, കാരണം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തുറന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണാനും സൗകര്യമാണല്ലോ. അപ്പോൾ ഇതല്ല കൊണ്ടുപോകുന്നത്, ഇതുപോലത്തെ ഒരു ബാഗ് വേറെ ഇനി ഒന്നുകൂടെ വാങ്ങിക്കണം എനിക്ക്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാണല്ലോ നമ്മൾ, ഞാൻ പറഞ്ഞില്ല എനിക്ക് 50 കിലോ കൊണ്ടുപോകാം, 20 കിലോ ആണ് എൻ്റെ ഫ്ലൈറ്റിൻ്റെ എനിക്ക് അലോ ചെയ്തിരിക്കുന്ന വെയിറ്റ്. അത് കൂടാതെ 30 കിലോ കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തു. ടോട്ടൽ 50 കിലോയും ബൈ ഹാൻഡ് 7 കിലോ ആണ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ സാധനം വാങ്ങിച്ചെങ്കിലും നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ കുറച്ചൊക്കെ കൂടുതൽ കാണുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റേണ്ടി വന്നു കേട്ടോ. ഇതിപ്പോൾ ഈ ബാഗിനകത്തുനിന്ന് എടുത്ത് മാറ്റിയതാണ്. ബുക്സ്, ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ബുക്സ്, ക്രീം, അതുപോലെ സോപ്പ് പൊടിയൊക്കെ ഞാൻ ഒരു കവർ എടുത്ത് മാറ്റി, പകുതി എടുത്തോളൂ. അതുപോലെ മറ്റേ ബാഗിനകത്തുനിന്ന് ഞാൻ ഓൾറെഡി കാണിച്ചില്ലേ നമ്മുടെ വീട്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസ് വെച്ചാൽ, അതിനകത്തുനിന്ന് ഞാൻ പയർ, അതുപോലെ പഞ്ചസാര, ഇതൊക്കെ കുറച്ച് വെയിറ്റ് കുറേ കൂടെ കുറച്ചു. കാരണം എനിക്ക് ഇത് ഈ 2 ബാഗും കൂടെ ഒരു 40 കിലോ ആക്കി കഴിഞ്ഞാൽ ഒരു 10 കിലോ എനിക്ക് ഡ്രസ്സ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ചുകൂടെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും എടുത്ത് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അലോ ചെയ്തിരിക്കുന്ന വെയിറ്റിനനുസരിച്ച് വേണം നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പെഗാസസ് എയർലൈൻസ് എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റാണ്. അതൊരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും അങ്ങനെ അത്ര വെയിറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ സാധനങ്ങൾ വാങ്ങി കൂട്ടാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ വെച്ചിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തുറന്ന് നോക്കി അല്ലെങ്കിൽ അവർ കാണിക്കണമെന്ന് പറയുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഇതുപോലെ വേറൊരു ബാഗ്, അതായത് നമ്മൾ റാപ്പ് ചെയ്യാതെ വേറൊരു ബാഗിൽ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിനകത്ത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് മാക്സിമം സ്പേസ് നഷ്ടപ്പെടാതെ നമുക്ക് പാക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അവർ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന രീതി കാണിച്ചത് കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ അതനുസരിച്ചാണ് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും കുറേയൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. ഞാൻ കുറച്ച് കൂടുതൽ അതിനകത്ത് എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇനി മാറ്റിയിട്ട് നമുക്കൊരു 10 കിലോ ആക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 50 കിലോ ആകും. അപ്പോൾ അടുത്ത് നമുക്ക് ഡ്രസ്സ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ മടക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ എവിടെയൊക്കെ നമ്മളൊന്ന് വിരിച്ചിട്ടതിന് ശേഷം ഇത് ഇങ്ങനെ 2 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. 2 സൈഡിൽ നിന്ന് ഈക്വൽ ആയിട്ട് മടക്കിയതിന് ശേഷം ഈ ലാസ്റ്റ് പോർഷൻ ഇല്ല, ഈ ലാസ്റ്റ് ഇത് വരുന്ന ഈ ഒരു പോർഷൻ ഇതുപോലെ ഇങ്ങോട്ട് മടക്കി വെക്കണം. അതിനുശേഷം ഇത് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട്, വളരെ തീരെ ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുത്തേച്ചാൽ മതി. ഇതിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിവിടെ ഈ തിരിച്ച് മടക്കി വെച്ചേക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇത് ഇതുപോലെ ഇതിങ്ങനെ പൊക്കിയിട്ട് ഇതിങ്ങനെ കയറ്റി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ റോൾ ചെയ്തെടുത്തേച്ചാൽ മതി. അപ്പം നമുക്കിത് കണ്ടോ, ഇതുപോലെ നമുക്ക് വളരെ എന്താ പറയുന്നത് ചെറിയൊരു രീതിയിൽ ഇത് മടക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പെട്ടിയിൽ അടുക്കി വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് പോകാതെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ പെട്ടിയിൽ അടുക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും അടുക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു പാൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ തന്നെ എടുത്തിട്ട് അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഡ്രസ്സ് എത്ര വലിയതാണെങ്കിൽ പോലും നമുക്ക് സ്പേസ് അധികം കളയാതെ തന്നെ ഇതുപോലെ വൃത്തിയായിട്ട് അടുക്കി വെക്കാനായിട്ട് സാധിക്കും. ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വെള്ളത്തെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം താഴെ നിന്ന് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുത്തേച്ചാൽ മതി. ഇത് ഞാനൊരു എന്താ പറയുന്ന ലഗേജ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് അത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് കൊള്ളാലോ, ഇത് നമുക്ക് നന്നായിട്ട് സ്പേസ് പോകാതെ അടുക്കി വെക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇതുപോലെ ഇത് പൊക്കിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി മടക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ജീൻസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് കുറേ സ്പേസ് പോകും. ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് സ്പേസ് പോകാതെ നല്ല വൃത്തിയായിട്ട് അടുക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം ബാഗിനകത്ത് അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ബാഗിൽ ഇത്ര മാത്രമേ കാണിക്കാനുള്ളൂ. കാരണം ഡ്രസ്സുകളൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്വന്തം താല്പര്യമാണ്. നമുക്ക് എന്തായാലും വീട്ടിലിരുന്ന ഡ്രസ്സും അതുപോലെ കുറച്ച് പുറത്ത് പോകാനുള്ള ഡ്രസ്സുകളും കുറച്ചൊക്കെ കൊണ്ടുപോകണം. നമുക്ക് ഒത്തിരി ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ ബാക്ക് ഹാൻഡിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇതാണ് ഞാൻ ചെക്കിൻ ബാഗായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ വേറൊരു ബാഗ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തോളയിൽ ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഒറിജിനൽസിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ പോകുമ്പം നമുക്ക് കൊണ്ടുപോകേണ്ട ചില കോപ്പികളുണ്ടല്ലോ, അതായത് നമ്മുടെ അവിടുത്തെ വർക്ക് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇവിടുത്തെ MMR എടുത്തതിൻ്റെ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കൊറോണ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അതുപോലെ വിസ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ഇതിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അവരുടെ ആ ഒരു സൈറ്റിൽ കയറി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചെക്കിൻ ബാഗ്, അതായത് ക്യാബിൻ ബാഗ് ഒറ്റ പീസ് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് കണ്ടത്. ഞാൻ വിചാരിച്ചു ഈ ബാഗ് ഇതിനകത്ത് വെക്കാം, തോളയിൽ ഇട്ടുകൊണ്ട് പോകാം, അവരവിടെ കയറ്റി വിടുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അതല്ലെങ്കിൽ ഇതിനകത്തോട്ട് കയറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്രയും സാധനങ്ങൾ, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒറിജിനൽ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ജർമ്മൻ പഠിച്ചതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ചിലപ്പോൾ നമ്മുടെ ടെൻഷനിൽ മറന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡയറിയിൽ എത്തട്ടെ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡയറി എനിക്കറിയില്ല, ഡയറി ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ പേപ്പർ അങ്ങ് ജസ്റ്റ് കീറി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കിപ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് എവിടെയാണ് ഇപ്പോൾ ടോയ്ലറ്റ്, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് വെള്ളം വാങ്ങിക്കാൻ പറ്റുക, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ട്രോളി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്കറിയാമല്ലോ, നമ്മൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ ട്രോളി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ചെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. നമുക്ക് അതിൽ കോയിൻ ഇട്ടോ അല്ലെങ്കിൽ വിസ കാർഡ് വെച്ചൊക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കൂട്ടാൻ വന്ന ആൾ വന്നിട്ടില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി കുറേയൊക്കെ ജർമ്മൻ അറിയാമെങ്കിലും ചിലപ്പോൾ ടെൻഷനിൽ നമ്മൾ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ആരും പറഞ്ഞു തന്നാലും ഇതെൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇത് വെക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ബൈ ഹാൻഡ് കൊണ്ടുവന്നതിനകത്ത് നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ഒരു എക്സ്ട്രാ ഡ്രസ്സ് ഉറപ്പായിട്ടും കയ്യിൽ കരുതണം. അതുപോലെ നമ്മുടെ എക്സ്ട്രാ ഡ്രസ്സ് മാത്രമല്ല, ഇപ്പോൾ പാൻറ്റ് അല്ലെങ്കിൽ ടീഷർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ വെയർ, അതുപോലെ ഒരു സോക്സ്. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഷൂ ആണ് ഇട്ടുകൊണ്ട് പോകുന്നെങ്കിൽ സോക്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി നേരം ഇരുന്ന് വിയർപ്പൊക്കെ ആകുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് മാറി ഇടണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മളിതിൽ കരുതണം. അപ്പോൾ ഞാനത് നമ്മളൊരു ഇന്നർ വെയറും അതുപോലെ സോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കവറിനകത്താക്കി ഇതിനകത്ത് വെക്കുക. അതായത് നമുക്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകണം, നമുക്ക് അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കവറിനകത്താക്കി അത് വെക്കുക. അപ്പോൾ അതും പിന്നെ ഇതിലിപ്പോൾ ഒരു എക്സ്ട്രാ ലഗേജിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്ത് തന്നെ വെക്കാം. അത് പോകുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പിന്നെ എന്തായാലും സെക്ടർ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഒരു സ്കൾ ക്യാപ്പ്, പിന്നെ ഇത് നമ്മുടെ കയ്യിലിടുന്ന ഇത് ഇത്രയും കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമുക്ക് തണുപ്പൊക്കെ ആദ്യമായിട്ട് നമ്മൾ പോകുന്നതല്ലേ, ഇപ്പോൾ അവിടെ തണുപ്പ് കുറവുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നതായത് ഇതിനകത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല, ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ക്യാബിൻ ബാഗിനകത്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും നമ്മുടെ ലഗേജ് ബാഗിനകത്ത് ഇട്ട് വിടരുത്. നമുക്കത് ഓപ്പൺ ചെയ്ത് അത് ചോദിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്യാമറ, അല്ലെങ്കിൽ ബാറ്ററി, ചാർജർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം നമ്മൾ നമ്മുടെ ലഗേജ് ക്യാബിൻ ബാഗിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ ലിഥിയം ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ലഗേജിൽ വിടരുത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കയ്യിൽ കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. കാരണം സെക്ടറും ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വെക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് സെക്ടറൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് കയറുക, അല്ലാതെ വേറെ നിർത്തിയില്ല, കൈ പിടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്ര സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ലഗേജ് ബാഗിൽ, അതുപോലെ ചെക്കിൻ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അതായത് എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് കയറി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ സാധനങ്ങളാണ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില സമയത്ത് ടിക്കറ്റ് നമുക്ക് ഡിലേ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് റീകൺഫേം ചെയ്യുക, നമ്മുടെ ഫ്ലൈറ്റ് എന്തെങ്കിലും ഡിലേയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുള്ളത് റീകൺഫേം ചെയ്യുക. പിന്നെ എയർപോർട്ടിൽ മാക്സിമം നമ്മൾ അറിയാലോ 3 മണിക്കൂർ മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എനിക്ക് 12-നാണ് ടിക്കറ്റ്, 4:30-ക്കാണ് ടിക്കറ്റ്. അപ്പം ഞാനൊരു 3 മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എത്തണം. അത് എപ്പോഴും നമ്മളത് 3 എന്ന് പറയുമ്പോൾ 4 മണിക്കൂർ മുന്നേ നമ്മൾ 1 മണിക്കൂർ എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു തടസ്സം വന്നു, അല്ലെങ്കിൽ ഒരു ട്രാഫിക് വന്നു, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു, എപ്പോഴും നമുക്ക് 1 മണിക്കൂറുടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി പോവുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ ക്യാബിൻ ബാഗിൽ വെക്കുമ്പോൾ ഇതുപോലെ സൈഡ് ഡ്രോയർ ഉണ്ടെങ്കിൽ അവിടെ വെക്കുക. കാരണം അവരവിടെ ചെല്ലുന്നതാണ് നമ്മളോട് ഈ ചാർജർ വയർ, ഫോൺ,
അങ്ങനെ ഇലക്ട്രോണിക് ഇപ്പോൾ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഒരു ട്രെയിലേക്ക് ഇടാനായിട്ട് നമ്മളോട് പറയാം. അത് നമ്മളൊരു ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാഷണൽ ആയിക്കോട്ടെ ഏത് ഫ്ലൈറ്റിൽ പോയാലും നമുക്ക് അങ്ങനെയാണല്ലോ അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് സൗകര്യത്തിൽ നമ്മൾ സാധനങ്ങളൊക്കെ സൈഡിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മൊത്തം തുറന്ന് നോക്കാതെ നമുക്ക് അത് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 12-നാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം പോകുന്ന വഴിക്ക് ഇവിടുന്ന് മസ്കറ്റിൽ നിന്ന് ജർമ്മനിക്കുള്ള ആ ഒരു യാത്ര നിങ്ങളെ കാണിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന വേണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.